ഇതൊരു പത്മജൻ എന്ന് പറയുന്ന ഒരു അവനുണ്ട്. പത്മജൻ എന്ന് പറയുന്ന SNDP പൂജ ചെയ്യുന്നവൻ. അതേപോലെ വലിയ ശല്യമാണ്. അവനാണ് വന്നിരുന്നു ഫയലെല്ലാം അടിക്കുന്നത്. അതുപോലെ മോഹൻ സിംഗ് എന്ന് പറയുന്നത് ദശമൂലം എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി നമ്മളെ തെറി വിളിക്കുക. അങ്ങനെ 3 എണ്ണം ഇങ്ങനെ തെറി വിളിക്കുകയാണ്. പിന്നെ കുറെ കള്ളത്തരങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ കൂടെയും. പിന്നെ അതുപോലെ ഈവൻ നമ്മുടെ ക്യാമറ വേറുള്ള അവരെ അക്സസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് പറയാൻ ശ്രമിക്കാം എന്താണ് അവനും ഈ ക്യാമറ കാണുന്നുണ്ട്, നമ്മുടെ ആരോ ആണെന്ന് തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ സ്പാം കോൾ ഇട്ട് വിളിക്കുക, സ്പാം കോൾ ഇട്ട് റിങ് ചെയ്യിപ്പിക്കുക, അന്നേരം ആരോ വിളിക്കുന്നതാണെന്നുള്ള രീതിക്ക് ഇതാക്കുക. ഇങ്ങനെ പല ടെക്നിക്സ് ആണ് ഈ കള്ളന്മാരുള്ളത്. നമുക്ക് ഇവന്മാരൊന്നും അറിയില്ല. നമ്മുടെ ഇവിടെ ഒരാളുടെയും വീട്ടിൽ പോകാറില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ ഇവിടെ തന്നെയാണ്. ഇത് എന്റെ ക്യാമറയാണ്, ഈ 3 ക്യാമറ എന്റേതാണ്. ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാരുടെ ജോലി. പിന്നെ നമ്മുടെ തലയിലോട്ട് സൗണ്ട് വെച്ച് ഇതാക്കുക. അങ്ങനെ പല ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യും. നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തണം. ഇപ്പം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂടിങ്ങനെ ദേഹത്തോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ല. ഇവിടെ 26-27 ഡിഗ്രി ചൂടേ ഉള്ളൂ. 26 ഡിഗ്രി ഒക്കെ ഉള്ളൂ രാത്രിയിൽ. നിങ്ങൾക്കറിയാം 26 ആണ് നമ്മൾ 26-24 ഒക്കെയാണ് AC ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എത്ര തണുപ്പാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. 24 സെറ്റ് ചെയ്ത് വെച്ചാൽ AC ഒക്കെ. അത് 26 ആണ്. എന്നിട്ട് ഭയങ്കര ഇതാക്കുക, എന്തൊക്കെയോ ചൂടാണെന്ന് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റി ആയി ചെയ്യുന്നത് ഇതെല്ലാം. അതുപോലെ എന്താ പിന്നെ പറയുകയാണ് പറക്കുന്ന പാമ്പിനെ കുറിച്ച്. ഇങ്ങനെ ഓരോരോ ത്രെട്ടാണ്. ഇങ്ങനെ പാമ്പിനെ വെച്ച് കൊന്ന സംഗതികളൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ അവൻ ഈ ഗ്യാങ്ങാണ് അതെല്ലാം. ഭയങ്കര വൻ സംഘങ്ങളാണ് ഇവന്മാര്. ഇവന്മാർക്ക് കൂട്ടായ്മ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഈ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസിനും കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മളെ അങ്ങനെ പല രീതിയിൽ ഉപദ്രവിക്കാനാണ് നോക്കുന്നത്. ഈ കുട്ടൻ എന്ന് പറയുന്നത് ഞാൻ ഇതാലേ പറഞ്ഞു കഴിഞ്ഞു.
ഇവന്മാർ ഈ സുബ്രഹ്മണ്യനും ഈ സമാധാന മന്ദിരത്തിലെ അവന്മാരും കൂടെ കൂടി എന്റെ അച്ഛനെ പീഡിപ്പിച്ച് കൊല്ലുവാണ് ചെയ്തത്. 3 സൈഡിലും മുള്ളുവേലിയൊക്കെ ഇട്ട് നമ്മുടെ അച്ഛൻ പെൻഷനായി റിട്ടയർ ചെയ്ത് വന്നപ്പോഴത്തേന് വെറും 7 വർഷം കൊണ്ട്, അതൊരു കുഴപ്പമില്ലായിരുന്നു, 7 വർഷം കൊണ്ട് പീഡിപ്പിച്ച് കൊല്ലുവാണ് ഇവന്മാർ ചെയ്തത്. ഇവന്മാരൊന്നും കേരളമായിരുന്നു. ഈ സമാധാന മന്ദിരത്തിലെ സോമരാജനൊന്നും എന്റെ ഈ ശ്രീലത എന്ന് പറയുന്നവർക്കും എന്റെ അച്ഛന്റെ ഡെഡ് ബോഡി പോലും കാണാൻ കയറിയിട്ടില്ല. ഇവന്മാരൊന്നും നമ്മുടെ ഒന്നും ആരുമല്ല. അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യനും ഇവനൊന്നും ഇവിടെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല തന്നെയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്നും ആരാണെങ്കിലും നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ വലിയ ആരൊക്കെയോ ആവാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ ജോലി. ഈ സോമരാജൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ മുഖം പോലും മരിച്ചു കിടന്നപ്പം കണ്ടവരല്ല ഇവന്റെ ഇവിടെ ഇരുവള്ളമ്മമാരൊന്നും. പക്ഷെ ഇപ്പം എത്രയ്ക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് ഇവന്മാർ ഇപ്പൊ നമ്മളെ ആരൊക്കെ ആവാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഒട്ടും ശരിയല്ല. ഇവന്മാരുടെ ഗൂഢമായ ഉദ്ദേശത്തോടെ എന്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെയും വകവരുത്തിയത് ഇതൊക്കെ അഴിച്ചു മാറ്റണമെന്നുള്ളൂ. ഗൂഢമായ ഉദ്ദേശത്തോടെ എന്റെ കൊച്ചിനെയും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവന്മാരെല്ലാം ചെയ്യുന്നത്. ഈ സോമരാജൻ മോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിമിനലാണ്. അവൻ അവിടെ നിന്നോട് പലതും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ദേശമൂലമൊന്നും അതുപോലെ നമ്മളെ വാച്ച് ചെയ്യുക, പല പല സെറ്റപ്പും അവന്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അവന്റെ മുറിക്ക പണി സെറ്റപ്പ് ഒക്കെ വെക്കുക. പിന്നെ അതുപോലെ കുറെ ഡ്രാമയുമായിട്ട് ഈ സുബ്രഹ്മണ്യനും ഈ കൽപ്പന വലിയ നടപ്പാണ് ജോലി. ഇങ്ങനെ കുറെ ആൾക്കാർ ഗാങ് സ്റ്റോക്ക് ചെയ്യുവാണ് നമ്മളെ. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ മുഖമൊക്കെ ഇപ്പം വിയർപ്പിക്കാൻ തുടങ്ങി. വലിയ രോഗങ്ങളായോ മാറി. ഇപ്പൊ ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മളൊന്നും കഴിച്ചില്ല, ആകെ മാങ്ങയാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ അടിക്കുക, ഈ ഭാഗം ഇങ്ങനെ വിയർപ്പിക്കുക. നമ്മളെ ഇന്നു മുതൽ തുടങ്ങിയാണ് ഇത്രയും ഭാഗം ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക. ഇവർക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ഭാഗം എല്ലാം ടൈറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇങ്ങനെ ടൈറ്റ് ആക്കുക. പിന്നെ ഇത് എന്റെ വീടാണ്, ദീപാവലിക്കാണ് ഞാൻ. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഇവന്മാരങ്ങ് കഥകൾ ഉണ്ടാക്കുകയാണ്. പിന്നെ എങ്ങനത്തെയാണ് ഹരാസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ടാണ് ഹരാസ് ചെയ്യുന്നത്. ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ എന്താണ് പുറത്ത് നിന്ന് പണി ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു വിയർപ്പില്ല, വിയർപ്പ് ഒഴുകുന്നുമില്ല. പക്ഷെ നമ്മുടെ വീടിനകത്ത് ഫാനിന്റെ കീഴിൽ ഇരുന്നാലും വിയർപ്പ് ഒഴുകും. ആ ടെക്നിക്കാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ ഭയങ്കര നമുക്കറിയാം അൺയൂഷ്വൽ ആയിട്ടുള്ള ഇതാണ്. നമ്മൾ വെളിയിലും സൂര്യന്റെ കീഴിൽ നിന്നാൽ പോലും അങ്ങനത്തെ ചൂടില്ല. നമ്മൾ മുറിക്കകത്ത് നിന്നാല് ഇവന്മാർ നമ്മളുടെ വീട്ടിലെ എന്തൊക്കെയോ ഹീറ്റേഴ്സ് ഈ EMF ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് ഈ ഭയങ്കരമായിട്ട് സ്റ്റീം ക്രിയേറ്റ് ചെയ്യുക, ഭയങ്കര ചൂട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് റൈസ് ആവുന്നത്. കാരണം ഇതിന് മുമ്പത്തെ ഈ പ്രാവശ്യം 1800 ചില്ലറ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് 1500 ആയിരുന്നു. അന്ന് ഞാനും എന്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 1800 വരുന്ന ഈ ബില്ലിന് എന്റെ അമ്മ 1 month ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം ഈ ടെലിവിഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒന്ന് പോലും ആക്കിയിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് പോലും ആക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ മോട്ടറിന്റെ ഉപയോഗമില്ലായിരുന്നു, തുണി അലക്കുന്നത് കുറവായിരുന്നു. പിന്നെ അങ്ങനെയെല്ലാം ഫാൻ ഒരു മുറിയിലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മിക്കവാറും പുറത്തൊക്കെ ഇറങ്ങി അവിടെയൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ഓഫാണ്. അടുക്കളയിൽ ലൈറ്റ് ഓണേ അല്ലായിരുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്നിട്ടാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ഈ ബില്ല് വരുന്നുണ്ട് ഇവന്മാരിങ്ങനെ പറയുന്നത്. ഞാൻ ഡൽഹി വെച്ച് ഇങ്ങനെ തന്നെയാണ് ഇവന്മാർ ഇങ്ങനെ ചെയ്യുന്ന ഹീറ്റ് ഇങ്ങനെ അങ്ങോട്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ ചൂടൊക്കെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ സമയമുണ്ടല്ലോ, ഈ ഡൽഹിയിലും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഇപ്പം നമ്മുടെ കറണ്ട് ബില്ല് ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഇതുപോലെയാണ് ഇവിടെ ഈ ഇത് കഴിഞ്ഞ ഫെബ്രുവരി വരെ വലിയ ചൂടൊന്നുമില്ല. ഫെബ്രുവരി മാർച്ച് വരെ ഒന്നും വലിയ ചൂടില്ല. ഈ പക്ഷെ മാർച്ച് മുതൽ ഇവന്മാർ തുടങ്ങിയതായത് ഭയങ്കരമായിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ഇത്രയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇവിടെ AC ഒന്നുമില്ല. ഇത്ര വലിയ ഡ്രാസ്റ്റിക്കലി കറണ്ട് ബില്ല് കൂടാനൊന്നും AC ഒന്നുമില്ല. അത് ഞങ്ങൾ രണ്ടുപേരും 2 ഫാൻ ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, മനസ്സിലായില്ല. ഇവിടെ ഒരു K40 യൂസ് ചെയ്യുന്നില്ല. ചിലർ പറയും 40 minutes ആണ് പെർ ഡേ, അതിൽ കൂടുതൽ സമയമാണ് അവരുടെ മോട്ടർ ഓൺ ആവുന്നത്. ഇവിടെ 40 minutes ഒന്നും നമുക്ക് വേണ്ട ഒരു മോട്ടർ ഫില്ലാവാൻ.